ഓൾറെഡി അപ്പൊ എന്റെ ഫോട്ടോ ഉണ്ട്, പേരുണ്ട്, ബട്ടൺസ് ഉണ്ട്. നമുക്കിതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഫുൾ വ്യൂവിൽ കാണാം. ഓക്കെ, അപ്പൊ പബ്ലിഷ് ചെയ്യാൻ ഇവിടെ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലെറ്റ്സ് സീ. ഒരുപാട് പേര് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കോമൺ ആയി ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ AI ഉപയോഗിച്ച് നമുക്കൊരു വെബ്സൈറ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാം? അല്ലെങ്കിൽ നമുക്ക് കാണാം കോഡിംഗ് ഉപയോഗിക്കാതെ, കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റും? ഹേ എവരി വൺ, ഐ എം ജഹാർ ഹിയർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു AI ടൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഏത് ടൂൾ യൂസ് ചെയ്യും? ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കാണിക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റിന്റെ പേര് ആഡ്ജക്ട് സ്റ്റുഡിയോ എന്നാണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത, ഇത് സ്റ്റണ്ണിങ് ആഡ് ക്രിയേറ്റീവ്സ്, ആഡ് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സൈൻ ഇൻ ഉണ്ട്, ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ട്, എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു വെബ്സൈറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ജനറേറ്റഡ് ഇൻ കപ്പിൾ ഓഫ് അവേഴ്സ്, ഏതാനും മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ജനറേറ്റ് ഇമേജസ്. അപ്പോൾ മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ AI ജനറേറ്റഡ് ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ പിക്ചേഴ്സും അവർ ജനറേറ്റ് ചെയ്ത ഇമേജസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജനറേറ്റഡ് വീഡിയോസ് AI ഉപയോഗിച്ച്, പ്രത്യേകിച്ച് സൊറാട്ടോ ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോസും ജനറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. So I swapped my old earbuds for these guys. They're called Leaf, and honestly, I'm obsessed. Look how sleek this is. The little അപ്പൊ ഇത് AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത വീഡിയോസ് ആണ്, അതും ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ എക്സൈറ്റിംഗ് തിങ്, ഈ വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് പ്യൂർലി AI ടൂൾ യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറൊരു ആഡ് കാണാം. Bruce Promise, each beaten a world of rich aroma. Roasted to perfection, unfolding bold flavor, dark and inviting. Tata Coffee Crack. സിമിലർലി അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വേറൊരു ആഡ് കാണാം. It's hit harder than others. Don't wait for the world. Make it move with you. Hell energy. കൂൾ അല്ലേ? അപ്പോൾ ഒരു സിമ്പിൾ ആപ്പ്, ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അതായത് AI വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് ആഡ് വീഡിയോ ഒരു ഓപ്ഷനിൽ നമ്മൾ പോയിട്ട് നമ്മൾ ആ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് വേണ്ട വീഡിയോ കോൺസെപ്റ്റ് കൊടുക്കാം, പ്രൊഡക്റ്റ് നെയിം കൊടുക്കാം, ഇമേജ് കൊടുക്കാം. ആൻഡ് ജസ്റ്റ് ക്ലിക്കിംഗ് ജനറേറ്റ് വീഡിയോ, നമുക്ക് കൂളായിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിലീവ് മീ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് വെറും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്, ഒരു സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. ഈ ലാംഗ്വേജിന്റെ പേരാണ് ഇംഗ്ലീഷ്. യെസ്, പ്രോംപ്റ്റിംഗ് എന്ന സിമ്പിൾ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് AI മോഡൽസ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് AI ടൂളായ ലവബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം, ലൈക്ക് യെസ്, നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ടാക്കണം, കോഡിംഗ് അറിയില്ല, നമുക്ക് ലവബിൾ എന്ന ടൂൾ ഉപയോഗിക്കാം. ഇഫ് യു ഗൈസ് ആർ ന്യൂ ടു ലവബിൾ, ഡോണ്ട് വെറി, ഞാൻ ലവബിളിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യാം. ഓക്കെ, ലവബിളിന്റെ ഇന്റർഫേസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ളത്. അതേപോലെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അതായത് ഫ്രം ദ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് ആളുകൾ ഡെവലപ്പ് ചെയ്ത പല ആപ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ സിമ്പിൾ, ഒരു കോഡിംഗ് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ആപ്പുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്യാം. സോ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ് ഞാൻ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട്, നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗോ ഇൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബെസ്റ്റ് പാർട്ട്, ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഡിമാൻഡിങ് ആയ ഒരു കാര്യമാണ്. എങ്ങനെ ഒരു ഫ്രീലാൻസർ ആവട്ടെ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങൾക്കൊക്കെ ഒരു വെബ്സൈറ്റ് വേണ്ടി വരും. ഓക്കെ, ഒരു ക്വിക്ക് വെബ്സൈറ്റ്, ഒരു ലാൻഡിങ് പേജ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു മീറ്റിങ്ങിന് പോയി. കുറെ CEOs അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു, ഒരു CEO ടോക്ക് ആയിരുന്നു. അപ്പൊ അന്ന് അവർ പറഞ്ഞ ഒരു സംഭവമാണ്, ഈ വിസിറ്റ് കാർഡിന് പകരം നമ്മൾ ഡിജിറ്റൽ വേൾഡ് ആയിട്ടില്ലേ, നമുക്ക് ആ വിസിറ്റ് കാർഡ് ഒരു PDF ആക്കിയിട്ട് എല്ലാവർക്കും വാട്സാപ്പിൽ ഷെയർ ചെയ്തുകൂടെയെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്തിനാണ്
ഈ വിസിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ലാൻഡിംഗ് പേജസ് തന്നെ ക്രിയേറ്റ് ചെയ്തൂടെയെന്ന്. അപ്പൊ അന്ന് പറഞ്ഞ ആ കാര്യം നമുക്കിന്ന് റിയാലിറ്റിയിൽ 1 മിനിറ്റ് ടു 2 മിനിറ്റിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ലാൻഡിംഗ് പേജസ് അല്ലെങ്കിൽ ഫ്രീലാൻസർ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. യെസ്. അപ്പോൾ ഒരു ഫ്രീലാൻസർ ആവട്ടെ, ഒരു ബിസിനസ് ഓണർ ആവട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ഈ വീഡിയോയിലൂടെ തന്നെ സിമ്പിൾ ആയിട്ട് ഇത് ഫോളോ ചെയ്താൽ ഇൻ 1 or 2 മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഫോളോ ദിസ് സ്റ്റെപ്പ്. സിമ്പിൾ. ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ പ്രോംപ്റ്റ്. ക്രിയേറ്റ് എ മോഡേൺ മിനിമൽ 1 പേജ് ഡിജിറ്റൽ വിസിറ്റ് കാർഡ് വെബ്സൈറ്റ് ഫോർ മുഹമ്മദ് ജാഹർ. ഞാനിത് സിമ്പിൾ ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന് പകരം 1 പേജ് ലാൻഡിംഗ് പേജ് എന്ന് കൊടുക്കാം. പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാനൊരു AI കൺസൾട്ടന്റ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് എന്നാണ്. പിന്നെ ഇതിലൊരു ഹീറോ സെക്ഷൻ ഉണ്ട്, അതായത് മെയിൻ സെക്ഷൻ. നമ്മൾ കാണുന്ന ആ ലാൻഡിംഗ് പേജിന്റെ മെയിൻ സെക്ഷൻ. അവിടെ ഞാൻ എൻ്റെ ബിഗ് നെയിം മുഹമ്മദ് ജഹാർ, സബ് ടൈറ്റിൽ, പിന്നെ ബട്ടൺസ്, അതായത് വാട്സാപ്പിലോടുള്ള ബട്ടൺ, ഇമെയിലുള്ള ബട്ടൺ, ലിങ്ക്ഡിൻ ബട്ടൺസ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അതേപോലെ എൻ്റെ സർവീസസ്, ഞാൻ അക്കൗണ്ടന്റ് ആണെങ്കിൽ എൻ്റെ സർവീസസ് എന്തായിരിക്കും? ബുക്ക് കീപ്പിംഗ്, ടാക്സ് ഫയലിംഗ്, ഓഡിറ്റിംഗ്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ, റെസ്പോൺസ് ടൈം, പിന്നെ ഒരു സെക്ഷൻ, ഷോർട്ട് ബയോ ഉള്ള ഒരു സെക്ഷൻ. പിന്നെ അതേപോലെ നമുക്ക് ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ SEO വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വെബ്സൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് SEO അല്ലേ? നമ്മൾ ഗൂഗിളിൽ നമ്മുടെ പേജ് റാങ്ക് ചെയ്യണം. അപ്പോൾ SEO കാര്യങ്ങൾ, അതിൻ്റെ മെറ്റാ ഡാറ്റ എല്ലാം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്ര കൂളായിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ. ആ ഫോട്ടോ ലോഡ് ആവുന്നുണ്ട്. ഐ എം എക്സൈറ്റഡ് ഗൈസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, സോ യു ഗൈസ് ക്യാൻ സി ഇറ്റ്സ് ലോഡിങ്. മെയിൻ പേജ് നമ്മുടെ ആ പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഫോട്ടോ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം തിങ്കിങ്. ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ ജെമിനി 3.0 ആണ് കഴിഞ്ഞ വീക്ക്, ഐ മീൻ ലാസ്റ്റ് ഡേയ്സ് റിലീസ് ആയത്. ജെമിനി 3.0 എല്ലാത്തിനും ബീറ്റ് ചെയ്ത് അല്ലേ? അപ്പോൾ അതേ ആ ഒരു തിങ്കിങ് എബിലിറ്റി ലവബിളിനുണ്ട്. ഇക്വലൻ്റ് അല്ല. മോഡൽസ് തമ്മിൽ പല വാറും ഫൈറ്റും ഉണ്ട്. അപ്പോൾ ലവബിളും തിങ്കിങ് കാപ്പബിലിറ്റി ഉണ്ട്. ലവബിൾ എന്ത് ചെയ്യാണ്? ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഡിസൈൻ വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യാണ്? ലവബിൾ നമ്മുടെ HTML പേജ്, ഇൻഡെക്സിന്റെ HTML പേജും ഇൻഡെക്സിന്റെ CSS പേജും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് ഇവിടെ കോഡ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോഡിങ് എന്തൊക്കെയാണ് ഈ കോഡിങ് ബാക്കിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വിചാരിക്കും ലൈക്ക് എനിക്ക് കോഡിങ് അറിയേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. കോഡിങ് അറിയാതെ ഇന്ന് ലോകത്ത് AI എന്നൊരു റെവല്യൂഷൻ വന്നപ്പോൾ തന്നെ കുറേ സ്റ്റാർട്ടപ്സും കുറേ ആപ്സും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സിമ്പിൾ ഇംഗ്ലീഷ്. അതായത് വെറും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൂടെയാണ് ഈ ഒരു കോഡിങ് അല്ലെങ്കിൽ ഈ ഒരു ഐ മീൻ പ്രൊഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇൻഡെക്സ് പേജും അതേപോലെ നമുക്കിവിടെ എബൌട്ട് പേജ്, ഹീറോ പേജ് എല്ലാം ഉണ്ട്. കോഡ് ലോഡ് ആവുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം. സ്റ്റാർട്ടിംഗ് ലൈവ് പ്രിവ്യൂ എന്നാണ് കാണിക്കുന്നത്. സോ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ലോഡ് ആവും. ഓൾറൈറ്റ്, സോ നമുക്ക് കാണാം സർവീസ് സെക്ഷൻ, എബൌട്ട് സെക്ഷൻ, ടെസ്റ്റിമോണിയൽ എല്ലാം ഏകദേശം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫൂട്ടറിൽ എത്തിയിട്ടുണ്ട്. സോ ഇൻ ഫ്യൂ മിനിറ്റ്സ്, ഞാൻ പറഞ്ഞു 1 or 2 മിനിറ്റ്സ്, യെസ്, ഇൻ 1 or 2 മിനിറ്റ്സ് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേജ് ലൈവായിട്ട്, അതായത് ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഈ പേജ് ടെസ്റ്റ് ചെയ്യാം. സോ നമ്മുടെ പേജ് ഓൾമോസ്റ്റ് റെഡി ആവുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്കിവിടെ കാണാം ക്രിയേറ്റ് ഡിജിറ്റൽ ബിസിനസ് കാർഡ് വെബ്സൈറ്റ് പ്രിവ്യൂ ലേറ്റസ്റ്റ് എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ വരുന്നുണ്ട്. യെസ്, നമുക്ക് നമ്മുടെ പ്രിവ്യൂ കാണാം. ഓൾറെഡി അപ്പോൾ എൻ്റെ ഫോട്ടോ ഉണ്ട്, പേരുണ്ട്, ബട്ടൺസ് ഉണ്ട്. നമുക്കിതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഫുൾ വ്യൂവിൽ കാണാം. ഓക്കെ, അപ്പോൾ പബ്ലിഷ് ചെയ്യാൻ ഇവിടെ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് ലിങ്ക് കിട്ടി. ഞാൻ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. സീ ഗൈസ്, ഇറ്റ്സ് ലോഡിങ്. ഓക്കെ, പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഓക്കെ, പബ്ലിഷ് ഇപ്പോഴായത്. ഞാൻ വീണ്ടും ലോഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഫോട്ടോ ഉണ്ട്, പേരുണ്ട്, അതേപോലെ 3 ബട്ടൺസ്. നമ്മൾ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയക്കാനുള്ള ബട്ടൺ, ഇമെയിൽ ബട്ടൺ, ലിങ്ക്ഡിൻ. ഇപ്പോൾ ലിങ്ക്ഡിൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ലിങ്ക്ഡിൻ പേജിലോട്ട് പോയി. സോ ദിസ് ഇസ് ഓസം ഗൈസ്. വർക്കിംഗ് ബട്ടൺസ് ആണ്. നമ്മുടെ സർവീസ് കാര്യങ്ങൾ, അബൌട്ട്
സർവീസസ്, അതേപോലെ എന്താണ് ക്ലയൻസ് പറയുന്നത്, നമ്മളൊരു ടെസ്റ്റിമോണിയൽ, അതേപോലെ SEO മെറ്റാ ടാഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. ചില സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലാം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾക്കും എന്ത് ചെയ്യുക, ലൈവായിട്ട് എൻ്റെ ഈ ഒരു ഹോസ്റ്റിംഗ് ലിങ്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് ഒരു ഫ്രീലാൻസിങ് ഒരു നിങ്ങളെ പറ്റി പറയുന്ന ഒരു എബൌട്ട് പേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം വിത്തിൻ മിനിറ്റ്സ്. സോ ഗൈസ്, ഡോണ്ട് വെയിറ്റ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഫീഡ്ബാക്ക്, നിങ്ങളെ ഈ ഒരു വെബ്സൈറ്റ് ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക് എൻ്റെ കമന്റിൽ അറിയിക്കാം. ഓക്കെ, ഓൾറെഡി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഒരു ആഡ്ജൻ സ്റ്റുഡിയോ, അതായത് ആഡ്ജൻ സ്റ്റുഡിയോ ഒരു ആപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പൊ അത് സെയിം സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഡാഷ്ബോർഡിലൊക്കെ പോയിട്ട് പല സാമ്പിൾ ആപ്സ് നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ കാണാം. ഓക്കെ, ഫ്രം കമ്മ്യൂണിറ്റി. അപ്പൊ ഇതുപോലെ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ഐഡിയ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഒരു ഇമേജ് എഡിറ്റിംഗ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിംഗ്, അല്ലെങ്കിൽ ഒരു AI ടൂൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ പ്രോംപ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പ്രോംപ്റ്റ്, ഇപ്പൊ ഞാനിവിടെ വലിയൊരു പ്രോംപ്റ്റ് ആണ് കൊടുത്തത് അല്ലേ, ഞാനിവിടെ ഈ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, ഹീറോ സെക്ഷൻ ഒക്കെ ഉള്ള. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ ഈ ആപ്പ് ഈ ഒരു പ്രോംപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന്. അതിന് സിമ്പിൾ ആണ്. നിങ്ങളെ ChatGPT പോയ ശേഷം നിങ്ങളുടെ ലിങ്ക്ഡിന്റെ കംപ്ലീറ്റ്, ലിങ്ക്ഡിനിൽ നിങ്ങളെ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, അതൊന്ന് കംപ്ലീറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ChatGPTയിൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മൾ ലിങ്ക്ഡിൻ ഒരു പ്രൊഫൈൽ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്, കോണ്ടസ്റ്റ്, റോൾ, എക്സ്പെക്ടേഷൻ. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് വേണം, ലവബിളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കോണ്ടസ്റ്റും റോളും എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലവബിൾ ഇടാനുള്ള ആ ഒരു പ്രോംപ്റ്റ് കിട്ടും, കംപ്ലീറ്റ് പ്രോംപ്റ്റ്. അതിലൂടെ ഇതുപോലുള്ള കൂൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ChatGPTയോട് ഒന്ന് ചോദിച്ചിട്ട് ലവബിൾ പ്രോംപ്റ്റ് ഉണ്ടാക്കാം ഫസ്റ്റ്. എന്നിട്ട് ഗോ ഇൻ ആൻഡ് ജസ്റ്റ് പുട്ട് ഇൻ യുവർ ഐഡിയ. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് റിയൽ ആയിട്ട് നിങ്ങൾക്ക് കൂൾ ആയിട്ട് വിത്തൗട്ട് കോഡിങ് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താ, നിങ്ങൾ റെഡി അല്ലേ? സോ ഗോ ഇൻ ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക്.